വർഷങ്ങളായിട്ട് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി ഒരു വീടിനുള്ളിൽ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വീടിനുള്ളിൽ കഴിയുകയാണ്. ഓക്കെ, നടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി തുടങ്ങി സിനിമകളിലെ നായികയായ കനക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ കാണാം. അരങ്ങുവാഴുന്ന ഇടമാണ് സിനിമാ ലോകം. അത്തരമൊരു കെണിയിൽ അകപ്പെട്ടതിനിടെയാണ് കനക മുത്തുകുമാറിനെ പരിചയപ്പെടുന്നതും. മരിച്ചുപോയ അമ്മയുടെ ആത്മാവുമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് അമുത എന്ന സ്ത്രീ കനകയെ പറ്റിച്ചു എന്നതാണ് പുറത്തുവന്ന വാർത്ത. അമുതയുടെ തന്ത്രങ്ങളിൽ അകപ്പെട്ടുപോയ കനക അമ്മ തന്നോട് പലതും പറയുന്നതായി വിശ്വസിച്ചു. അമുത പറയുന്ന വാക്കുകൾ അക്ഷരം പ്രതി കനക അനുസരിച്ചു. അമുത വഴിയാണ് മുത്തുകുമാറുമായി കനക അടുക്കുന്നത്. അമുതയെ വിശ്വസിച്ച കനകയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പിന്നീട് കനകയെ ആരും കണ്ടില്ല. ചെന്നൈയിലെ രാജ അണ്ണാമലൈപുരത്തുള്ള വീടിനുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക. ഒരിക്കൽ അടഞ്ഞുകിടന്ന വീടിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട അയൽവാസികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും അവരെത്തിയപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കനക അവരെ തിരിച്ചയക്കുകയും ചെയ്തുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് കനക വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് അച്ഛനുമായുള്ള സ്വത്ത് തർക്കത്തെ തുടർന്നാണ്. അന്ന് പതിവിലും കരുത്തോടെ ലോകം കനകയെ കണ്ടു. അമ്മ ദേവികയുടെ അളവറ്റ സ്വത്തിന്റെ ഒരേ ഒരു അവകാശി കൂടിയാണ് കനക. അച്ഛൻ ദേവദാസ് സ്വത്ത് അപഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും മരിച്ചുപോയ അമ്മയെക്കുറിച്ച് അപവാദം പറയുന്നുവെന്നും കനക പരാതിപ്പെട്ടു. അതിനിടയിലാണ് കനക മരിച്ചുവെന്ന വാർത്തയും വ്യാപകമായി പ്രചരിച്ചത്. അവസാനം താൻ മരിച്ചിട്ടില്ലെന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തി കനക പറഞ്ഞു. അവിടെയും തീർന്നില്ല വ്യാജ പ്രചരണങ്ങൾ. കനകയ്ക്ക് ക്യാൻസർ ആണെന്നും കഥകൾ പരന്നു. അന്ന് ചില അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കനക തനിക്ക് യാതൊരു അസുഖവുമില്ലെന്നും ചികിത്സയ്ക്കായി ആലപ്പുഴയിൽ പോയെന്നുള്ള വാർത്തകൾ വ്യാജമാണെന്നും തുറന്നടിച്ചു. അതിനുശേഷം കനക പൊതുമണ്ഡലത്തിലേക്ക് വന്നതേയില്ല. ചെന്നൈയിലെ വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്നു എന്ന് മാത്രം എല്ലാവരും അറിഞ്ഞു. കനകയെ പുറത്തേക്ക് കണ്ടിട്ട് വർഷങ്ങളായെന്ന് പരിസരവാസികൾ പറയുന്നു. ഡെലിവറി ഏജന്റുമാരല്ലാതെ ആരും കനകയുടെ വീട് തേടി വരാറില്ലെന്നും അവർ പറയുന്നു. ഓക്കെ, കനക മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത ഒരു മുഖം. ഓക്കെ, ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് മാളു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ, മാളു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ ആരും മറക്കത്തില്ല. ശരിക്കും കേരളത്തിൽ തന്നെ 400 ദിവസത്തോളം ഓടിയ ഒരു സിനിമയായിരുന്നു ശരിക്കും ഗോഡ് ഫാദർ. നമ്മുടെ സിദ്ദിഖ് ലാൽ സാർ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ. ഓക്കെ, അത് കഴിഞ്ഞ് വിയറ്റ്നാം കോളനി കണ്ടവരാണെങ്കിലോ മറക്കില്ല. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ്, നല്ല അടിപൊളി ഒരു നടിയാണ്. ഓക്കെ, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കനക മലയാള സിനിമയിൽ നിന്നും തമിഴ് സിനിമയിൽ നിന്നും ഒക്കെ പുള്ളിക്കാരി വിട്ടുനിന്നു. കാരണം മറ്റൊന്നുമല്ല, പുള്ളിക്കാരുടെ അമ്മയുടെ മരണമാണ് ശരിക്കും റീസൺ. ഓക്കെ, ദേവിക എന്നാണ് അമ്മയുടെ പേര്. അമ്മ ഒരു തമിഴ് നടിയാണ്. സോ ഒരുപാട് പണവും പദവിയും ഒക്കെ ഉള്ള നല്ലൊരു നടി. അപ്പോ അച്ഛൻ അമ്മ അവരുടെ ഒരു കൂട്ടില് ഒരിക്കലും ജീവിക്കാൻ കനയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. ഓക്കെ, അവർ രണ്ടുപേരും പെട്ടെന്ന് സെപ്പറേറ്റ് ആവുന്നു. കനക അമ്മയോടൊപ്പം ജീവിക്കുന്നു. സോ അമ്മയോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം കനക പിന്നെ മലയാള സിനിമയിൽ എന്നല്ല സിനിമാ ലോകത്തേക്ക് പോലും തിരിച്ചു വരാതിരുന്നു. പക്ഷേ ഇപ്പോ പുള്ളിക്കാരി ഒറ്റയ്ക്കാണ്. ഒരു അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്. ഇതിനിടയ്ക്ക് പുള്ളിക്കാരി വിവാഹം കഴിച്ചു എന്നുള്ളൊരു വാർത്തയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. ഭർത്താവിന്റെ പേര് മുത്തുസ്വാമി എന്നായിരുന്നു. പുള്ളിക്കാരൻ കാലിഫോർണിയയിലൂടെ ആയിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കനക ഭർത്താവിനൊപ്പം ജീവിച്ചത് വെറും 15 ദിവസത്തോളമായിരുന്നു. ഓക്കെ, പക്ഷേ കനകയുടെ അച്ഛൻ വന്നിട്ട് പറയുകയാണ്, ഇവള് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഇതൊക്കെ ഇവളുടെ വെറും മാനിപ്പുലേഷൻ, ഇവളുടെ വെറും തോന്നല് മാത്രമാണ്, ഇവള് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നു. ആളുകൾ അത് വിശ്വസിക്കുന്നു. പുള്ളിക്കാരി വീണ്ടും ഒറ്റപ്പെടുന്നു. പക്ഷേ അപ്പോഴും സിനിമാ നടിയായ ദേവിക, കനകയുടെ അമ്മയുടെ സ്വത്തുക്കളുടെ എല്ലാം ഏക അവകാശി കനക തന്നെയായിരുന്നു. ഉപേക്ഷിച്ചിട്ട് പോയ അച്ഛൻ കുറെ നാൾ കഴിഞ്ഞ് മടങ്ങി വരുന്നു. ഈ സ്വത്തുക്കളിൽ കണ്ണുവെക്കുന്നു. ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. കനക അച്ഛനുമായിട്ടൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സാധിക്കുന്നില്ല. ഉള്ളതെല്ലാം അച്ഛൻ അടിച്ചുകൊണ്ട് പോവാണ്, സുഹൃത്തുക്കളെ അടിച്ചുകൊണ്ട് പോവാണ്. ഓക്കെ, അപ്പോ കനകയ്ക്കൊരു ഫ്രണ്ട് ഉണ്ട്, കുട്ടിപത്മിനി. ഈ കുട്ടിപത്മിനി ഇടയ്ക്ക് വെച്ചിട്ട് ഈ കനകയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. പുള്ളിക്കാരിയായിട്ട് സംസാരിക്കുന്നു. അവര് കുറെ സംസാരിക്കുന്നു. അവരത് കഴിഞ്ഞ് പുറത്തൊരു കോഫി ഷോപ്പിൽ, അത്രയും നാൾ വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന കനകയുമായിട്ട് കുട്ടിപത്മിനി പുറത്തൊരു കോഫി ഷോപ്പിൽ പോകുന്നു. അവർ ഒരുമിച്ച് അവിടെ ഇരുന്ന് കോഫിയും കാര്യങ്ങളും ആഹാരവും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കനകയെ പതിയെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോകാനായിട്ട് കുട്ടിപത്മിനി കനകയോട് പറയുകയാണ്. അപ്പോൾ
അതെല്ലാം അവിടെ വെച്ച് മൂളിക്കേട്ട കനക തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് വരുന്നു. അതിനോടൊപ്പം തന്നെ കുട്ടിപ്പത്മിനി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇനി ഞാൻ വിളിക്കുമ്പോൾ നിന്റെ ഫോൺ ഒരിക്കലും ഓഫായിരിക്കാൻ പാടില്ല, ഞാൻ എപ്പോൾ വിളിച്ചാലും നീ കോൾ അറ്റൻഡ് ചെയ്യണം. നല്ലൊരു സുഹൃത്തായതുകൊണ്ടാണ് ആ ഒരു കെയർ കൊടുത്ത് പുള്ളിക്കാരിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടിപ്പത്മിനെ ശ്രമിച്ചത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് കുട്ടിപ്പത്മിനി വീണ്ടും കനകയെ വിളിക്കുന്നു. കനകയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ഓക്കെ, ആ വീട്ടിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല സുഹൃത്തുക്കളെ, ആ വീട്ടിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. സോ കുട്ടിപ്പത്മിനിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ഒരു ബൈറ്റ് ഞാൻ കാണാം. തമിഴിലാണ് ഇന്റർവ്യൂ, പക്ഷേ ഞാനത് വിവർത്തനം ചെയ്ത് നിങ്ങൾക്ക് തരാം, അത് കണ്ടു കഴിഞ്ഞിട്ട്. ஓகே, ആ ஒரு ഇന്റർവ്யூ നമുക്കൊന്ന് ஜஸ்ட் கண்டு. எனக்கு ரொம்ப வருத்தமாக இருக்குது. ஏன்னா தேவிகா அக்கா கையால் ஊட்டப்பட்டு வளர்ந்த குழந்தை நான். ஷூட்டிங்கில் சாதம்லாம் பிசைஞ்சு ஊட்டி விடுவாங்க. ஸோ என்னுடைய ஃபேன்ஸ், என்னுடைய கேபி டிவி பார்க்குறவங்கலாம் கனகா அவர்களை போய் பாருங்கள், கனகாவை போய் பாருங்கள் சொல்லிக்கிட்டே இருந்தாங்க. சரின்னு சொல்லி அவங்கள பார்க்கறதுக்காக போனால் வந்து வீடு வந்து யார் போனாலுமே வீடு பூட்டி தாங்க இருக்குது. பூட்டுனா கூட சாதாரண பூட்டு கிடையாது, அருந்ததி பூட்டு மாதிரி இருக்கும். அந்த படத்துல எல்லாம் பெரிய பெரிய பித்தளை பூட்டு, பெரிய பெரிய சங்கிலி. வீடே வந்து ரொம்ப பெயிண்டே இல்லாமல், அந்த ஜன்னல்லாம் எந்த ஏரியா இங்கே இது கிட்ட நம்ம அபிராம்புரத்துக்கு கிட்ட வீடே ரொம்ப பழமையாக இருக்கும். ஸோ எப்படிடா உள்ளே போகிறதா இல்லையா, ஒரு லைட்டு மட்டும் எரிஞ்சுது. எப்படி இதெல்லாம் தாண்டி குதிக்க முடியாது, இது கேட்டு மேலே ஏறி குதிக்கிற வயசாக எனக்கு. ஸோ என்னடா பண்ணுறது அப்படின்னு பார்த்துட்டேங்க. ஒருவேளை டிரைவர் யாராவது குதிக்க சொன்னால் கூட ட்ரெஸ் பாசிங் ஆகிடும். அக்கம் பக்கத்தில் யாரை கேட்டாலும் எப்போ வருவாங்க தெரியாது, எப்போ போவாங்க தெரியாது. நாங்கள் கொஞ்சம் ட்ரிஸ்லிங்காக இருந்தது, காரில் உட்காந்துருந்தேன். கரெக்டாக ஆட்டோவில் இந்த பொண்ணு வந்து இறங்குச்சு. டிரைவர் சொன்னார், அம்மா பார்த்தா அவங்க மாதிரி இருக்குமா அப்படின்னாரு. திரும்பி பார்த்தா கனகா, ஆனால் கொஞ்சம் வெயிட் போட்டிருந்தாங்க. ரொம்ப അൻപാ പേசுനാങ്ക. അക്കാ എപ്പിടിക്കാ இருக்கீங்க, நல்லா இருக்கீங்களா? പക്ഷെ അന്ന് കനക ഇവരോട് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കനക ആരോടും മിണ്ടുന്നില്ല, പറയുന്നില്ല. ഒരു ഡിപ്രഷൻ അടിച്ച, ഒരു ഏകാന്തത അടിച്ച ജീവിതം. ഓക്കെ, നമുക്ക് പറ്റുമോ സുഹൃത്തുക്കളെ ഒരു വീടിനുള്ളിൽ അടച്ചുപൂട്ടി ഇങ്ങനെ ജീവിക്കാൻ? അതും പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, അരുന്ധതി പൂട്ട് പോലെ വലിയ മണിച്ചിത്രത്താഴിട്ട പൂട്ടൊക്കെ പൂട്ടിയിട്ടാണ് പുള്ളിക്കാരി ആ വീട്ടിനുള്ളിൽ കഴിയുന്നതെന്ന്. ഓക്കെ, എന്തൊക്കെയായാലും മനുഷ്യരായിട്ടുള്ള ഒരു ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അതും ഇത്രയും വലിയൊരു നടി, മലയാള സിനിമയ്ക്ക് ഒരുപാട് സിനിമകൾ സമ്മാനിച്ച ഒരു വലിയ നടി ഇപ്പോൾ കഴിയുന്നത് ആരോരുമില്ലാത്ത ഒരു വീട്ടിൽ ഒറ്റയ്ക്ക്. പുറത്തു കൊണ്ടുവരണം കനകയെ, നമുക്ക് ആ ഒരു ഇരുട്ടറഞ്ഞ ജീവിതത്തിൽ നിന്നും രക്ഷിക്കണം. അതിന് ഈ വീഡിയോ സഹായമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ കനകയ്ക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു 45 വയസ്സെന്തോ ഉള്ളൂ പുള്ളിക്കാരിക്ക്. സോ അതിനെപ്പറ്റി ഈ കുട്ടിപ്പത്മിന് പറയുന്ന ആ ഒരു ബൈറ്റൂടെ നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. சரி, உங்கள்கிட்ட பேசும்போது நார்மலா பேசுறாங்க? நார்மலா பேசுறாங்க, ரொம்ப நார்மலா பேசுறாங்க. மனநலம் பாதிப்பு மாதிரி தெரியல. இப்போ என்ன வயசு இருக்கு உங்களுக்கு? தெரியல, கூகுளில் தான் பார்க்கணும். 45க்கு மேலே தான் இருக்கும். பெருசா ஆகலையே. ஆகலைதான், அதான் வருத்தமாக இருக்குது. ஏன்னா நாளைக்கு அவங்க இறந்தா கூட வெளியில் தெரியவே 3-4 நாள் ஆகலாம். ஏன்னா வீட்டுக்குள்ளே வேலைக்காரங்க யாரும் இருக்கிற மாதிரி தெரியல. அவங்களுக்கு என்ன உடம்பு எதாவது கேட்டிங்களா? உனக்கு என்ன உடம்பு ப்ராப்ளம் இருக்குது ஏதாவது கேட்டிங்களா? அப்படி ஃபர்ஸ்ட் டே எப்படி சார் கேட்குறது? இல்லை, உடம்புல ஏதாவது நான் ஃபர்ஸ்ட் டே என்ன சொன்னேன்னா, உனக்கு என்ன ஹெல்ப் வேணுமோ சொல்லி நான் பண்ணுறேன், அதை தான் நான் சொன்னேன். சாப்பாடுக்கு என்ன பண்ணுறாங்க? எல்லாமே ஸ்விக்கி தான். ஹெல்ப்புக்கு வேறு யாரும் ஆள் கிடையாதுங்க. மிந்தி இருந்தாங்க அவங்க வீட்டில் ஆளெல்லாம் நினைக்கிறேன். ஏன்னா ஒரு தடவை ராஜ் டிவி தான் அந்த இன்டர்வியூ பார்த்தேன். அவங்க நல்லா தான் பேசிட்டாங்க ராஜ் டிவியில். அப்போ ஒரு 13 பூனை கூட இருந்தது வீட்டில். நான் கேட்டேன், இன்னும் வச்சிருக்கியா பூனை அப்படின்னு கேட்டேன். இல்லைக்கா அதெல்லாம் விட்டுரு, நல்ல வேலை என்ன, நான் 13 பூனை ஒரு வீட்டில் பூட்டின வீட்டுக்குள்ளே இருந்ததுன்னா നാത്തം താങ്ങ முடியாது. ആ വീട്ടിൽ സ്വിഗ്ഗിക്കാരല്ലാതെ വേറെ ആരും ചെല്ലാറില്ലെന്നാണ് പറയുന്നത്. അതായത് പുള്ളിക്കാരി ആഹാരം കഴിക്കുന്നതടക്കം എല്ലാം ഓൺലൈൻ ഡെലിവറി തന്നെയാണ്. അതുകൂടാതെ ഒരു 13 പൂച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പൂച്ചകളില്ല. 13 പൂച്ചകളെ കൂടി കൂട്ടിന് വളർത്തിയിരുന്നു. പക്ഷെ ഭയങ്കര ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അതിനെ ഒഴിവാക്കുകയായിരുന്നു. ഓക്കെ, ശരിക്കും എന്തൊരു മോശം അവസ്ഥയാണ്. ശരിക്കും മലയാള സിനിമയിൽ ഇന്നുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണും, അധികാരികൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ മുൻകൈ എടുത്ത് പുള്ളിക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഇരുട്ടറിഞ്ഞ മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. 45 വയസ്സ് പ്രായം കാണും കനകയ്ക്ക് ഇപ്പോൾ. പക്ഷേ കനകയെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു 60-65 വയസ്സ് പ്രായമായ ഒരു സ്ത്രീയോടൊപ്പം മാറിയിരിക്കുന്നു. വണ്ണമൊക്കെ വെച്ച് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണും. ആ ട്രീറ്റ്മെന്റ് എടുക്കാനൊന്നും പുറത്ത് പോയില്ലായിരിക്കും. കാരണം ആ വീട്ടിനുള്ളിൽ ഇങ്ങനെ അടച്ചു പൂട്ടി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും. ചിലപ്പോൾ മനസ്സ് മരവിച്ച് കാണും, മനസ്സ് മുരടിച്ച് കാണും. കാരണം ഇനി ആരുമില്ല. ഒരുപാട് സ്നേഹിച്ചിരുന്ന അമ്മ തന്നെ വിട്ടുപോയി. ആ അമ്മയുടെ വിയോഗത്തെ തുടർന്നായിരിക്കാം കനക സിനിമ എന്നൊരു മേഖല തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. എല്ലാം കഴിഞ്ഞു, ഉപേക്ഷിച്ചു പോയി അച്ഛൻ കുറെ നാൾ കഴിഞ്ഞു മടങ്ങിയെത്തുന്നു. കയ്യിലുണ്ടായിരുന്ന പണവും സ്വത്തും എല്ലാം പിടിച്ചു വാങ്ങി പുള്ളിക്കാരൻ പോവുകയാണ്. ആ ഒരു മാനസികാവസ്ഥ ഇപ്പൊ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ വീഡിയോ ഈ പരമാവധി ഇതിന്റെ ഉയർന്ന ആളുകളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ജസ്റ്റ് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക.
മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ആരുടെയെങ്കിലും അടുത്തെത്തിയിട്ട് ആരുടെയെങ്കിലും കണ്ണ് തുറന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കനകയെ അവര് രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ. കേട്ടിട്ട് ഒരുപാട് വിഷമം തോന്നും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.